രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ഈ ചാനലിലേക്ക് എല്ലാ രാധാഭക്തർക്കും കൃഷ്ണഭക്തർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാരായണീയത്തിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അതായത് 2ാമത്തെ ദശകം 4ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് അത് കാണാം, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് പോകാം. സമയം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ നിശ്ചയമായും കാണണം. എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോയും നിങ്ങൾ നിശ്ചയമായും കാണണം. അതോടൊപ്പം തന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം അതുറപ്പായിട്ടും കാണണം. ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലവും നിങ്ങൾ കാണണം. അപ്പോൾ നമുക്ക് നാരായണീയമാണ്. നമ്മൾ പുസ്തകമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അതേ കണക്ക് തന്നെ എല്ലാ വെള്ളിയാഴ്ചയുമുള്ള ശ്രീബുദ്ധൻ്റെ ധർമ്മപദം അത് കേട്ടാൽ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷും പഠിക്കാം. അതോടൊപ്പം തന്നെ ഒരു ഉഗ്രൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഗുണവും കിട്ടും. ശരിക്കും ധർമ്മപദം ഈ ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ബുക്കമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളവും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ധർമ്മപദം കേട്ടാൽ ആ ധർമ്മപദം മൊത്തം തീരുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട വൊക്കാബുലറികൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അത് ധർമ്മപദം ദൈവത്തെക്കുറിച്ചൊന്നും ഉള്ളതല്ല.
അത് നിരീശ്വരവാദികൾക്ക് വരെ കാണാം. അതൊരു ഉഗ്രൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്. ഒപ്പം മോക്ഷത്തിലേക്കുള്ള താക്കോലുമാണ് ധർമ്മപദം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം നാരായണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നാരായണീയത്തിൻ്റെ 2-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം നമ്മുടെ അൽബ നിങ്ങൾക്കിപ്പോൾ സുപരിചിതയാണ്. അടുത്ത ശ്ലോകം നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ വീണ്ടും വരികയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അടുത്ത അധ്യായം, അതായത് അടുത്ത ക്ലാസ്സിലെ അടുത്ത വെള്ളിയാഴ്ചത്തെ നാരായണീയം നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ ചൊല്ലിത്തരുന്നതാണ്. ഇപ്പം നമുക്ക് ഈ ശ്ലോകം നമ്മുടെ അൽബ അതിമനോഹരമായിട്ട് ആലപിക്കുകയാണ്. അത് കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ ആരംഭിക്കുന്നതാണ്, ക്ലാസ് ആരംഭിക്കുന്നതാണ്. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുഖാ ചിരതരം നാസ്തേഷു ഭക്തേഷുപി തേനാസ്യ ബദകഷ്ടമച്യുതാ വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാ ചാബലബലാ ചാബല്യ വാർത്തോധഭൂ. അപ്പോൾ നമ്മുടെ അൽബ അത് മനോഹരമായി പാടിത്തന്നത് കേട്ടല്ലോ. അപ്പം നിങ്ങൾ ആ വരി ഒന്ന് ശ്രദ്ധിച്ചേ. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യ ബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപ മനോജ്ഞകാം പ്രേമസ്ഥൈര്യമയാദ ചാബല ബലാചാബല്യ വാർത്തോദ്ഭൂത. ശ്രദ്ധിച്ചേട്ടെ. തത്ത ദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യ ബധ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപ മനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാബല ബലാചാബല്യ വാർത്തോദ്ഭൂത്. എന്തൊക്കെയാ അർത്ഥം എഴുതിക്കോ. തത്താദൃക് അർത്ഥം എഴുത് അപ്രകാരമുള്ളതും എന്ന് പറഞ്ഞാൽ നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതും. അപ്പം തത്വാദൃക് സമം അപ്രകാരമുള്ളതും എഴുതിയ. മധുരാത്മകം അർത്ഥം മധുരരൂപവുമായ, അതായത് ബ്രാക്കറ്റിൽ ആനന്ദം നൽകുന്ന. മധുരരൂപം എന്ന് പറഞ്ഞാൽ അർത്ഥം ആനന്ദം നൽകുന്ന. തവ വപു അർത്ഥം എഴുത് അങ്ങയുടെ ശരീരം. തവ അങ്ങയുടെ, വപു ശരീരം. അപ്പൊ തവ വപു അങ്ങയുടെ ശരീരം. സംപ്രാപ്യ, സംപ്രാപ്യ ചേർന്നിട്ട് പ്രാപിച്ചിട്ട്,
അങ്ങയുടെ ശരീരത്തിൽ ചേർന്നിട്ട് അങ്ങയുടെ ശരീരം പ്രാപിച്ചിട്ട്, അപ്പൊ സംപ്രാപ്യ പ്രാപിച്ചിട്ട്, സമ്പന്മയി, സമ്പന്മയി അർത്ഥം എഴുത്, സമ്പത്തിൻ്റെ അധിപയായ, സമ്പത്തിൻ്റെ അധിപയായ ആരാണ്? ലക്ഷ്മി ദേവി. അപ്പോൾ സമ്പത്തിൻ്റെ അധിപയായ ലക്ഷ്മി ദേവി. അടുത്തത് സാ ദേവി, അർത്ഥം എഴുത്, ആ ലക്ഷ്മി ദേവി. സാ ദേവി സമം ആ ലക്ഷ്മി ദേവി. പരമോത്സുക, പരമോത്സുക അർത്ഥം എഴുത്, ഏറ്റവും താല്പര്യമുള്ളവളായി, ഏറ്റവും താല്പര്യമുള്ളവളായി. ചിരതരം, ചിരതരം വളരെ കാലം, വളരെ കാലം. നാസ്തേ, അതായത് ന അധികം അസ്തേ, നാസ്തേ സ്ഥിതി ചെയ്യുന്നില്ല. ലക്ഷ്മി ദേവി വളരെ കാലം സ്ഥിതി ചെയ്യുന്നില്ല. എവിടെ? സ്വഭക്തേഷ്വഭി, അടുത്ത വാക്കാണ്, എഴുതിക്കോ. സ്വഭക്തേഷ്വഭി, അത്ര എഴുതിയിട്ട് സമ ഇട്ടിട്ട് സ്വന്തം ഭക്തന്മാരുടെ അടുത്തും, സ്വന്തം ഭക്തന്മാരുടെ അടുത്തും. അടുത്ത വരി തേന, തേന അർത്ഥം എഴുത് അതിനാൽ, അതിനാൽ. അസ്യ, അസ്യ അർത്ഥം എഴുത് ഇവൾക്ക്, ബ്രാക്കറ്റിൽ ലക്ഷ്മി ദേവിക്ക്. അപ്പൊ തേനാസ്യ അതിനാൽ ലക്ഷ്മി ദേവിക്ക് എന്ന് അർത്ഥം എഴുതണം. തേനാസ്യ അതിനാൽ ലക്ഷ്മി ദേവിക്ക്. ബധ, ബധ ആശ്ചര്യ ശബ്ദമാണ്, ഒരു ആശ്ചര്യം. നമ്മൾ ഹാ ഹന്ത എന്നൊക്കെ പറയുന്ന കണക്ക് ഒരു ആശ്ചര്യ ശബ്ദം, അല്ലാതെ അതിനകത്ത് എഴുതാനൊന്നുമില്ല. കഷ്ടം, കഷ്ടം അത് ഒരു ആശ്ചര്യ ശബ്ദമാണ്. ഓ കഷ്ടം നമ്മൾ പറയത്തില്ലേ, അത്രയേ ഉള്ളൂ, അതിനർത്ഥം എഴുതാനില്ല. അച്യുത, അച്യുത കൃഷ്ണൻ, അച്യുത സമം കൃഷ്ണൻ. വിഭോ, വിഭോ അർത്ഥം എങ്ങും വ്യാപിച്ചവൻ, എങ്ങും വ്യാപിച്ചവൻ. ത്വദ്രൂപം, ത്വദ്രൂപം അർത്ഥം അങ്ങയുടെ രൂപം, ത്വദ്രൂപം അങ്ങയുടെ രൂപം. അടുത്തത് മനോജ്ഞക, മനോജ്ഞക സമവിട്ടിട്ട് മനോഹരമായ, മനോഹരമായ. ഇനി നാലാമത്തെ വരി പ്രേമസ്ഥൈര്യം, അർത്ഥം പ്രേമസ്ഥിരത കൊണ്ട്, പ്രേമസ്ഥിരത കൊണ്ട്. പ്രേമസ്ഥിരത ശരിക്കും പറഞ്ഞാൽ പ്രേമസ്ഥൈര്യം എന്ന് പറഞ്ഞാൽ പ്രേമസ്ഥിരത. അടുത്തത് മയ, മയ കൊണ്ട്, മയ കൊണ്ട്. അചപല, അജാപല, കണ്ട അജാപല ചാബല്യമില്ലെങ്കിലും. അജാപല മറ്റേ ബുക്കിനകത്ത് ദജാപല എന്നാ, അത് ചേർത്തെഴുതി വായിക്കുന്നതാണ്. നിങ്ങൾ എഴുതി വെക്കേണ്ടത് അജാപല, അജാപല ചാബല്യമില്ലെങ്കിലും. അടുത്തത് ചാബല്യ എന്നെഴുത്, സമം ഇട്ടിട്ട് ചപലയാണെന്ന്. അപ്പൊ അജാപല ചാബല്യ, ചാബല്യമുള്ളവളല്ലെങ്കിലും ചപലയാണെന്ന്. നല്ലപോലെ മനസ്സിലായ? അജാപല അർത്ഥം എഴുതേണ്ടത് ചാബല്യമില്ലെങ്കിലും. നിങ്ങളുടെ ബുക്കിനകത്ത് ആന്നായിരിക്കത്തില്ല, ദോശയുടെ ദജാപല എന്നാ കിടക്കുന്നത്. പക്ഷെ നമ്മൾ ബുക്കിൽ എഴുതുമ്പം അജാപല. ചാബല്യ, ചാബല്യ ചാബല്യാണെന്ന്. ചാബല്യയുടെ വിപരീതമാണ് അജാപല എന്ന് പറയുന്നത്. അപ്പൊ മയാ തജാപല ബല ചാബല്യ, അത്രയും എഴുതണം. ആ വരി ബുക്ക് നോക്കി എഴുതണം. മയാ തജാപല, മയാ തജാപല ബല ചാബല്യ. അർത്ഥം ചാബല്യമല്ലെങ്കിലും ചാബല്യമുള്ളവളാണെന്ന്. വാർത്തോദഭൂത് അർത്ഥം വാർത്തയുണ്ടായി. അടുത്ത വരി വാർത്തോദഭൂത്, വാർത്ത ഉണ്ടായി. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഞാനൊന്ന് പറഞ്ഞു തരാം. അതിനുശേഷം ഞാൻ ഓരോ വരിയുമായിട്ടെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്താണ് ഈ ശ്ലോകത്തിലെ 4 വരിയുടെ കൂടെ അർത്ഥം ഒന്ന് ഓടിച്ചു പറയുകയാണെങ്കിൽ, കണ്ണുകൾക്ക് ആനന്ദകരമായ കൃഷ്ണ ഭഗവാന്റെ തിരുവുടൽ സ്വന്തമാക്കാൻ കഴിഞ്ഞതോടുകൂടി സാക്ഷാൽ ലക്ഷ്മി ദേവി മറ്റെവിടെയും വസിക്കാൻ താല്പര്യമില്ലാതെ ഭഗവാന്റെ വശത്തിൽ തന്നെ എപ്പോഴും കഴിയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ സകല ആളുകളും മോഹിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ മനോഹരമായ ശരീരം ലക്ഷ്മി ദേവിക്ക് അവകാശപ്പെട്ടതായി തീർന്നതോടുകൂടി ലക്ഷ്മി ദേവിക്ക് ഇനി വേറെ എവിടെയും പോകാൻ താല്പര്യമില്ല. സ്ഥിരമായി ഭഗവാന്റെ നെഞ്ചിൽ തന്നെ ഭഗവാനെ ആലിംഗനം ചെയ്ത് കിടക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് തൻ്റെ ഭക്തന്മാരുടെ അടുക്കൽ അധിക നേരം പോയി നിൽക്കാൻ കഴിയുന്നില്ല.
അതിനാൽ ദേവിക്ക് ചപല എന്ന പേര് കിട്ടി. അപ്പൊ ദേവിക്ക് തൻ്റെ ഭക്തന്മാരുടെ അടുക്കൽ അധിക നേരം നിൽക്കാൻ പറ്റുന്നില്ല. ഇച്ചിരി നേരം നിൽക്കുമ്പം ഭഗവാന്റെ മനോജ്ഞ രൂപം തെളിഞ്ഞു വരും. അപ്പം ഈ ഭക്തനെ ഇട്ടിട്ട് ദേവി ഓടി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുക്കലേക്ക് പൊക്കളയും. അതുകൊണ്ട് ദേവി ഒരിടത്ത് സ്ഥിരമായി നിൽക്കുന്നവളല്ല എന്നർത്ഥത്തിൽ ദേവിക്ക് ചപല എന്നൊരു പേരുദോഷം കിട്ടി. പക്ഷേ ദേവി ഒരിക്കലും ചപലയല്ല. കൃഷ്ണന്റെ രൂപഭംഗിയിലുണ്ടായതും കൃഷ്ണനോടുള്ള പ്രേമത്തിൻ്റെ ആധിക്യം മൂലം കൃഷ്ണന്റെ നെഞ്ചിൽ തന്നെ എപ്പോഴും കഴിയണമെന്നുള്ളത് കൊണ്ടും ഭക്തരെ വിട്ടിട്ട് അങ്ങയുടെ അടുക്കലേക്ക് ഓടി വരികയാണ് ലക്ഷ്മി ദേവി ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥമെന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഇത്രയേ ഉള്ളൂ. ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങയുടെ രൂപം അങ്ങേയറ്റം ആനന്ദകരമാണ്. ആ ആനന്ദകരമായ രൂപം ലക്ഷ്മി ദേവിക്ക് സ്വന്തമായി തീർന്നു. അതോടുകൂടി ലക്ഷ്മി ദേവി അങ്ങയുടെ നെഞ്ചിൽ സ്ഥിരമായി വസിക്കാൻ തുടങ്ങി. അപ്പോൾ ലക്ഷ്മി ദേവിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ വിട്ടിട്ട് എങ്ങോട്ടും പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഭക്തന്മാർ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ചെന്നിട്ട് ഭക്തന്റെ അടുക്കൽ അധിക നേരം ലക്ഷ്മി ദേവി നിൽക്കില്ല. കാരണം എന്തുകൊണ്ട്? ഭഗവാന്റെ മനോഹര രൂപം മനസ്സിൽ കിടന്ന് തിളയ്ക്കുമ്പം ഭക്തന്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ലക്ഷ്മി ദേവി ഭക്തനെ വിട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ അടുക്കലേക്ക് ഓടിപ്പോകും. അപ്പൊ ലക്ഷ്മി ദേവിയുടെ ഭക്തന്മാർ പറയും, ദേവി ചപലയാണ്, ഒരിടത്തും സ്ഥിരമായി നിൽക്കത്തില്ല എന്ന് പറയും. അതല്ലേ, സമ്പത്താർക്കും സ്ഥിരമല്ലല്ലോ, മാറിയും മറിഞ്ഞും വരുമല്ലോ. അപ്പൊ ഭഗവാനെ അങ്ങയോടുള്ള സ്നേഹം മൂലമാണ് ദേവിക്ക് ചപല എന്ന പേരുദോഷം കിട്ടിയത്. ഇതാണ് ഈ 4 വരിയുടെയും കൂടെ മൊത്തത്തിലുള്ള അർത്ഥം. ഇനി നമുക്ക് ഓരോ വരിയും എടുത്ത് കീറി മുറിച്ചു പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ ഈ ശ്ലോകം ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ആ സംഗതികളൊക്കെ തെളിഞ്ഞു വരികയും അത് ഭഗവത് പ്രസാദത്തിന് കാരണമായി തീരുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഈ ആശയം മൊത്തം പറഞ്ഞിട്ട് എനിക്കിവിടെ വെച്ച് നിർത്താമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യില്ല. നിങ്ങളെ മോക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക എന്ന ഒരു കുഞ്ഞു നിയോഗം ഒരുപക്ഷെ ഭഗവാൻ എന്നെ ഏൽപ്പിച്ചതാകാം. അപ്പം നമുക്കിനി 1-ാമത്തെ വരി കീറി മുറിച്ച് പരിശോധിക്കാം. ഇനി നമുക്ക് 1-ാമത്തെ വരി നോക്കാം. എന്താ 1-ാമത്തെ വരി? തത്ത ദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി. അത്രയും ചേരുന്നതാണ് 1-ാമത്തെ ശ്ലോകം. അപ്പൊ തത്താദൃക്, തത്രാദൃക് എന്ന് പറഞ്ഞാൽ അപ്രകാരമുള്ളതും. ഏതു പ്രകാരമുള്ളതും? 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതിൻ പ്രകാരമുള്ളതും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. മധുരാത്മകം, വളരെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നതുമായ തവ വപു, ഭഗവാനെ അങ്ങയുടെ ശരീരം, സംപ്രാപ്യ, ആ ശരീരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, ആ ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആര്? സമ്പന്മയി, സമ്പത്തിൻ്റെ അധിപയായ ലക്ഷ്മി ദേവി. അപ്പൊ സമ്പത്തിൻ്റെ അധിപയായ ലക്ഷ്മി ദേവി അങ്ങയുടെ ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെ 1-ാമത്തെ വരി കൊണ്ട് സൂചിപ്പിക്കുന്നത് അത്യധികം മറ്റുള്ളവർക്ക് ആനന്ദം നൽകുന്നതും സന്തോഷം കൊടുക്കുന്നതുമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരീരത്തെ കാണുന്നവർക്കെല്ലാം ആനന്ദം പകരുന്നതും എല്ലാവരെയും ആനന്ദ സാഗരത്തിൽ ആറാടിക്കുന്നതുമായ ഭഗവാന്റെ ശരീരത്തെ ഒരാൾ പ്രാപിച്ചിരിക്കുന്നു എന്ന്. ആരാണ് ആ പ്രാപിച്ചിരിക്കുന്നത്? അത് മറ്റാരുമല്ല, സാക്ഷാൽ ലക്ഷ്മി ദേവി. ആരുമൊന്ന് തൊടാൻ കൊതിക്കുന്ന, ആരുമൊന്ന് തലചായ്ക്കാൻ കൊതിക്കുന്ന, ആരുമൊന്ന് കണ്ടു നിൽക്കാൻ കൊതിക്കുന്ന ഭഗവാന്റെ മനോഹരമായ വശസ് ആലോചിച്ച് നോക്കേ. ആ ഭഗവാന്റെ മനോഹരമായ വശസ്സിലൊന്ന് തൊടാൻ, ആ ഭഗവാന്റെ മനോഹരമായ വശസ്സിലൊന്ന് തലചായ്ക്കാൻ, ആ ഭഗവാന്റെ മനോഹരമായ വശസ്സിൽ ഒന്ന് തൊട്ടു തൊഴാൻ ആഗ്രഹിക്കാത്ത ആരാണ് ഈ ഭൂമി മലയാളത്തിലുള്ളത്? അങ്ങനെയുള്ള
ലോകത്തിലെ മുഴുവൻ ജനങ്ങളും കൊതിക്കുന്ന ഭഗവാന്റെ വശസ് നെഞ്ചുണ്ടല്ലോ, അവിടെ ഒരാൾ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന്. ഇനി തൊട്ട് ഭഗവാന്റെ നെഞ്ചിൽ ഒരാൾ സ്ഥിരമായി കാണുമത്രേ. അതാരാണ്? സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. ഭഗവാന്റെ രൂപത്തിൻ്റെ ഭംഗിയും അത് നൽകുന്ന ആനന്ദവും, ആ ആനന്ദത്തെയാണ് മധുരാത്മകമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ രൂപത്തിൻ്റെ ഭംഗിയും ആ ഭംഗി കാണുമ്പോഴുണ്ടാകുന്ന ആനന്ദവും അതിനകത്ത് മതിമറന്ന് ലക്ഷ്മി ദേവി ഭഗവാന്റെ നെഞ്ചിലങ്ങനെ വസിക്കുകയാണ്. ഇപ്പം മനോഹരമായ ഒരു റോസാപ്പൂ കാണുമ്പോൾ നമുക്ക് ആനന്ദം വരില്ലേ? അതുപോലെ കൃഷ്ണന്റെ മനോഹരമായ നെഞ്ചിൻ തടം കണ്ടതോടുകൂടി സാക്ഷാൽ ലക്ഷ്മി ദേവിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. ലക്ഷ്മി ദേവി ആ നെഞ്ചിൽ സ്ഥിരമായി വസിക്കാൻ തുടങ്ങി. അങ്ങനെ ഭഗവാൻ ലക്ഷ്മി സമേതനായി മാറി. ഇവിടെ മൂന്നാമത്തെ ശ്ലോകം ഉണ്ടല്ലോ, നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ശ്ലോകം. എന്തായിരുന്നു ആ ശ്ലോകം എന്ന് പറയുന്നത്? യത്രൈലോക്യ മഹീയസോ അപി. അതിൽ ഭഗവാന്റെ മഹിമകളാണ് വർണ്ണിക്കുന്നത്. അപ്രകാരമുള്ള മഹിമകൾ ഉള്ളയാളാണ് ഭഗവാൻ എന്ന് കാണിക്കാനാണ് ഇവിടെ തുടങ്ങുന്നത് തത്താദ്രിങ് എന്ന് പറയുന്നത്. തത്താദ്രിങ് എന്ന ആദ്യത്തെ വരിയുടെ അർത്ഥം അപ്രകാരമുള്ളത്. എപ്രകാരമുള്ളത്? മൂന്നാമത്തെ വരിയിൽ ഭഗവാന്റെ മഹിമകൾ പറഞ്ഞിരിക്കുന്നു. അത്തരം മഹിമകളുള്ള, അതാണ് തത്താദ്രിങ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അതേ കണക്ക് തന്നെ ഈ ലക്ഷ്മി ദേവി ഭഗവാന്റെ നെഞ്ചിൽ വസിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കാൻ പട്ടതിരിപ്പാടിന് വലിയ ആഗ്രഹമാണ്. ഇപ്പം നമ്മളെ അതായത് ഒന്നാമത്തെ ദശകത്തിൽ 6ാമത്തെ ശ്ലോകത്തിൽ, അതായത് തത്തേ പ്രത്യഗ്രധാരാധര എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ ഭഗവാന്റെ ശരീരത്തെ ലക്ഷ്മി ദേവി ലിശങ്ക, കണ്ടില്ലേ, നിശങ്ക ലീലാനിലയം. ഭഗവാന്റെ ശരീരത്തെ ലക്ഷ്മി ദേവിയുടെ നിശങ്ക ലീലാ നിലയമെന്നാണ് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വരിയുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പീതാംബരം ധരിച്ചു, മയിൽപ്പീലി ചൂടി, വനമാല ധരിച്ചു, ഓടക്കുഴൽ ചുണ്ടിൽ വെച്ച് ആരെയും മയക്കുന്ന കള്ളപ്പൂ പുഞ്ചിരിയുമായി നിൽക്കുന്ന രാധയുടെ കണ്ണൻ. ആ രാധയുടെ കണ്ണൻ്റെ നെഞ്ചെന്ന് പറഞ്ഞാൽ എന്താ ശോഭ! അതിലൊന്ന് തൊടാൻ ആരാ ആഗ്രഹിക്കാത്തത്? അവിടെ ഒന്ന് തലോടാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അവിടെ ഒന്ന് ശിരസ് ചായ്ക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അവിടെ ഒന്ന് തൊട്ടു തൊഴാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അതൊരാൾക്ക് സ്വന്തമായി കിട്ടിയാൽ പിന്നെ വിടുമോ എന്ന് ആലോചിച്ച് നോക്ക്. ഭഗവാന്റെ നെഞ്ചിൻ തടത്തിൽ വസിക്കാൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ പിന്നെ ഈ ലോകത്ത് എന്ത് വന്നാലും നിങ്ങൾ ഭഗവാനെ വിട്ടുപോകുമോ? ഇവിടെ ലക്ഷ്മി ദേവിക്ക് ഇത്രയും ആനന്ദകരമില്ല. സകലരും കൊതിക്കുന്ന ഭഗവാന്റെ നെഞ്ചിൻ തടം അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ലക്ഷ്മി ദേവി ഇപ്പൊ എവിടെയും പോകുന്നില്ല. ആ നെഞ്ചിലങ്ങനെ കിടക്കുകയാണ്. ഭഗവാന്റെ നെഞ്ചിലങ്ങനെ വസിക്കുകയാണ്. ഭഗവാന്റെ നെഞ്ചിന്റെ ചൂടേറ്റങ്ങനെ കിടക്കുകയാണ്. ഭഗവാന്റെ ആലിംഗനത്തിൽ അമർന്നങ്ങനെ കിടക്കുകയാണ് എന്നാണ് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരാം. സാ ദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷ്വഭി. സാ ദേവി എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്മി ദേവി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭഗവാന്റെ വശത്തിൽ തലചായ്ക്കുന്ന ലക്ഷ്മി ദേവി പരമോത്സുക, വളരെ താല്പര്യത്തോടു കൂടി, അതിഭയങ്കരമായ താല്പര്യത്തോടു കൂടി ചിരതരം വളരെ കാലം, നാസ്തേ സ്ഥിതി ചെയ്യുന്നില്ല, ഒരുപാട് നാള് സ്ഥിതി ചെയ്യുന്നില്ല. എവിടെ? സ്വഭക്തേഷ്വഭി, സ്വന്തം ഭക്തന്മാരുടെ അടുത്ത്. അതായത് സാക്ഷാൽ ലക്ഷ്മി ദേവി ഭഗവാനിൽ ഭയങ്കരമായിട്ട് അനുരുക്തയായി, ഭയങ്കര പ്രണയ പരവശയായി. എന്നിട്ട് ഭഗവാന്റെ നെഞ്ചിലങ്ങ് വസിക്കാനുമായി തുടങ്ങി. അപ്പോൾ ഭഗവാനിലുള്ള കടുത്ത പ്രണയം മൂലം ഭഗവാനെ വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ ലക്ഷ്മി ദേവിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ
ഭക്തന്മാർ വിളിച്ചാൽ പോലും ദേവിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നവരുടെ അടുക്കൽ ലക്ഷ്മി ദേവി ചെന്നു കഴിയുമ്പോഴാണ് ഭഗവാനെക്കുറിച്ച് ഓർമ്മ വരുന്നത്, ഭഗവാന്റെ നെഞ്ചിൽ തലചായ്ക്കുന്നത് ഓർമ്മ വരുന്നത്. ഈ ഭക്തനെ ഇട്ടിട്ട് എന്ത് ചെയ്യും? അപ്പോഴേ തിരിച്ചു പോയിക്കളയും. അതുകൊണ്ട് ലക്ഷ്മി ദേവി തൻ്റെ ഭക്തന്മാരുടെ അടുക്കൽ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഓർമ്മിക്കുക, നമ്മുടെ സാക്ഷാൽ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ശുദ്ധ സത്വസ്വരൂപയാണ്. അതായത് ശുദ്ധമായിട്ട് പ്രകാശിക്കുന്നതുമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ ലക്ഷ്മി ദേവിയാണ്. ഈ പ്രപഞ്ചത്തിൽ ശോഭയുള്ളതും കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നതുമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആരാകുന്നു? സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. അതൊക്കെ ലക്ഷ്മി ദേവിയുടെ വിഭൂതികളാണ്. അതായത് സ്വർണം. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് കാലിൽ സ്വർണ്ണക്കൊലുസ് ഇടരുതെന്ന്? അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പറയത്തില്ലേ സ്വർണം ലക്ഷ്മി ദേവിയാണ്, കാലിൽ സ്വർണ്ണക്കൊലുസ് ഇടരുത്, അത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നവരാണ്. നിങ്ങളുടെ കാലിൽ സ്വർണ്ണക്കൊലുസ് ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ദൈവീക വശം. പക്ഷെ ഇതിനൊരു ശാസ്ത്രവശമുണ്ട്. ശാസ്ത്രവശം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അരയ്ക്ക് താപ്പോട്ട് നല്ല എനർജി വേണം നമുക്ക്. അതുകൊണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന ഇതിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ, എനർജി സൂക്ഷിക്കാൻ കഴിയുന്നത് വെള്ളിക്കാണ്. അതുകൊണ്ടാണ് കാലുകളിൽ ഏത് വേണമെന്ന് പറയുന്നത്? വെള്ളിക്കൊലുസ് വേണമെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ കഴുത്തിൽ വെള്ളി ഇടരുത്, കാരണം ഇതിൻ്റെ അബ്സോർബിങ് കപ്പാസിറ്റി കൂടുതലാണ് വെള്ളിക്ക്. അത് ഹൃദയത്തിന് കേടാ. പക്ഷെ സ്വർണത്തിന് മിനിമമേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്വർണ്ണമാല ഇടാം, പക്ഷേ വെള്ളിക്കൊലുസെന്ന് പറയുന്നത്. പക്ഷേ ശാസ്ത്രം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ ആരും അനുസരിക്കില്ല. ശാസ്ത്രത്തെ ആരാ അനുസരിക്കുന്നത്? ഇപ്പോൾ മൊബൈൽ ഫോൺ കേടാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കേട്ടിട്ട് ആരെങ്കിലും അതിനെ അനുസരിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് ആ മൊബൈൽ ഫോൺ തുടരുത്, സാത്താൻ്റെ രൂപമാണെന്ന് ബൈബിളോ ഖുറാനോ ഗീതയോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോൾ എടുത്ത് അയ്യത്ത് കളഞ്ഞെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് ഒരു ദൈവീക ടച്ച് കൊടുക്കും. സ്വർണ്ണക്കൊലുസ് കാലിൽ ഇടരുത്. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. സ്വർണം, രത്നം, വജ്രം, പിന്നെ പനിനീർപ്പൂവ്, പിന്നെ നല്ല സുഗന്ധം തരുന്ന മുല്ലപ്പൂവ്, താമരപ്പൂവ്, ഇതൊക്കെ ലക്ഷ്മി ദേവിയാണെന്നാണ് പറയുന്നത്. വജ്രം ലക്ഷ്മി ദേവിയുടെ വിഭൂതിയാണ്, രത്നം ലക്ഷ്മി ദേവിയുടെ വിഭൂതിയാണ്, സ്വർണവും പിന്നെ പനിനീർപ്പൂക്കളും ഈ പ്രപഞ്ചത്തിൽ മനോഹരമായതും ആനന്ദം നൽകുന്നതും സുഗന്ധം നൽകുന്നതും ഇതെല്ലാം ആരുടെ വിഭൂതികളാണ്? സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ വിഭൂതികളാണ്. ഇനി ലക്ഷ്മി ദേവിക്ക് ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ലക്ഷ്മി ദേവിക്ക് ഇതെല്ലാം കിട്ടുന്നത് ഭഗവാനിൽ നിന്നാണ്. വളരെ ശ്രദ്ധിക്കണം. ഭൂമിയിലെ മനുഷ്യര് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ധനം കിട്ടാനും ഐശ്വര്യം കിട്ടാനുമാണ്. അപ്പം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ലക്ഷ്മി ദേവി ധനം കൊടുക്കുന്നു, ഐശ്വര്യവും കൊടുക്കുന്നു. പക്ഷേ ലക്ഷ്മി ദേവിക്ക് ഇത് എവിടുന്നാണ് കിട്ടുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന്. ഭഗവാൻ ശ്രീകൃഷ്ണനില്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് ഇതൊന്നും തരാൻ കഴിയില്ല. അതുകൊണ്ട് ലക്ഷ്മി ദേവി തൻ്റെ ഭക്തന്മാരുടെ അടുക്കൽ അധിക നാൾ നിൽക്കാതെ ഭക്തനെ വിട്ടിട്ട് ഓടി ഭഗവാന്റെ അടുക്കലേക്ക് പൊയ്ക്കളയും. അതുകൊണ്ടാണ് ധനം ഒരുത്തർക്കും സ്ഥിരമല്ലാത്തത്. കുറച്ചു നാൾ നല്ല കാശുണ്ടായിരിക്കും, പിന്നെ നമ്മുടെ കയ്യിൽ കെട്ടിയിട്ടടിച്ചാൽ 5 പൈസ കാണത്തില്ല. ഇതാണ് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ വരിയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. തേനാസ്യബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപ മനോജ്ഞക. ഇല്ലേ? തേന അതിനാൽ, അസ്യ ലക്ഷ്മി ദേവിക്ക്, ഇവൾക്ക്, ബത അത് ആശ്ചര്യ ശബ്ദം, അച്യുത കൃഷ്ണൻ, വിഭോ എന്നും വ്യാപിച്ചവനെ, ത്വദ്രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങയുടെ രൂപം, മനോജ്ഞക മനോഹരം. അപ്പോൾ എന്താണ് ഇതിൻ്റെ മൊത്തം? ലക്ഷ്മി ദേവിക്ക് ഭഗവാന്റെ രൂപം അതിമനോഹരമായി തോന്നിയതിൽ യാതൊരു അത്ഭുതത്തിനും വകയില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇവിടെ കവി ഭഗവാനെ അച്യുത എന്നും വിഭോ എന്നും
2 പദങ്ങൾ ഉപയോഗിച്ച് സംബോധന ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് അച്യുതൻ? അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ. യാതൊരു തരത്തിലും ഈ ഭൂമിയിൽ നാശമില്ലാത്തവനാണ്, ച്യുതിയില്ലാത്തവനാണ് അച്യുതൻ എന്ന് പറയുന്നത്. അങ്ങനെ നാശമില്ലാത്തവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. വിഭു എന്ന് പറഞ്ഞാൽ സർവശക്തൻ എന്നാണെന്നർത്ഥം. അങ്ങനെ ഒരിക്കലും നാശമില്ലാത്തവനും സർവശക്തനുമായ കൃഷ്ണനെ വിട്ടിട്ട് മഹാലക്ഷ്മി പിന്നെ എവിടെ പോകാൻ? ഭഗവാനേക്കാൾ ഇവിടെ തന്നെ നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, ഓരോരുത്തർ ഒളിച്ചോടുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധം ചിലരൊക്കെ ഒളിച്ചോടുന്നത് കാണാം. എന്തുകൊണ്ടാണ്? ഭർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹവും കാണാൻ കൊള്ളാവുന്നതും അവർക്ക് വേണ്ടുന്നതും ഒക്കെ കൊടുക്കാൻ വേറൊരാൾ തയ്യാറാകുമ്പോഴാണ്. ഇവിടെ കൃഷ്ണനേക്കാൾ സുന്ദരരൂപനായിട്ട് ആരുണ്ട്? കൃഷ്ണനേക്കാൾ സർവശക്തനായിട്ട് ആരുണ്ട്? ആരുമില്ല. കൃഷ്ണനപ്പുറം പിന്നെ ആരുമില്ല എന്ന് കവി സ്ഥാപിക്കുകയാണ്. അപ്പൊ കൃഷ്ണനെപ്പോലെ സർവശക്തനായിട്ട് ആരുമില്ല, കൃഷ്ണനെപ്പോലെ സുന്ദരനായിട്ട് ആരുമില്ല. അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ ലക്ഷ്മി ദേവി വിട്ടുപോകാത്തതിൽ യാതൊരു അത്ഭുതവുമില്ല എന്നാണ് 3ാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 4ാമത്തെ വരി, അവസാനത്തെ വരി നോക്കാം. പ്രേമസ്ഥൈര്യമയാത ചപല ബലാചാബല്യ വാർത്തോദ ഭൂത്. പ്രേമസ്ഥൈര്യം, പ്രേമത്തിലുള്ള സ്ഥിരത, മയത കൊണ്ട്, പ്രേമത്തിലുള്ള സ്ഥിരത കൊണ്ട്, അചാപല, ചാബല്യമില്ലെങ്കിലും, ചാബല്യത്തിൻ്റെ വിപരീതമാണ് അചാപല, ചാബല്യമില്ലെങ്കിലും, ചാബല്യ, ചാബല്യ ആണെന്ന്, മയാത ചാബല ബലാ ചാബല്യ എന്ന് പറഞ്ഞാൽ ചാബല്യമില്ല, എന്നിട്ടും ചാബല്യവതി ആണെന്ന് എന്തു പറയുന്നു? വാർത്തോദഭൂത്, വാർത്തകൾ ഉണ്ടാകുന്നു. അപ്പം മഹാലക്ഷ്മിയെക്കുറിച്ച് മഹാലക്ഷ്മി ചപലയാണെന്നും ഒരിടത്തും സ്ഥിരമായി തങ്ങത്തില്ല എന്നും വാർത്ത പരക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, മഹാലക്ഷ്മി സ്ഥിരതയുള്ളവളാണ്, ഒരിടത്ത് തങ്ങും. ആ ഒരിടം ഏതാണ്? കൃഷ്ണന്റെ മാറിടമാണ്. അതാണ് 4ാമത്തെ വരിയിൽ പറയുന്നത്. ഭഗവാന്റെ മനോഹരമായ രൂപത്തിൽ ആകൃഷ്ടയായി എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന അങ്ങനെ ചേർന്നിരിക്കാൻ ലക്ഷ്മി ദേവി കൊതിക്കുകയാണ്. അപ്പൊ തൻ്റെ ഭക്തരെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിക്ക് മക്കളാണ്, യാതൊരു സംശയമില്ല. അമ്മയ്ക്ക് തൻ്റെ ഭക്തരായ മക്കളോട് അളവറ്റ വാത്സല്യമുണ്ട്. തൻ്റെ ഓരോ ഭക്തരും ലക്ഷ്മി ദേവിക്ക് മക്കളാണ്. അമ്മ എന്ന നിലയിൽ ലക്ഷ്മി ദേവിക്ക് അവരോട് വാത്സല്യമുണ്ട്. ഭക്തർ ദേവിയെ ഭജിക്കുമ്പോൾ അമ്മ ഭക്തൻ്റെ അടുക്കലേക്ക് ഓടിയെത്തും. അപ്പം സാക്ഷാൽ ലക്ഷ്മി ദേവി ഓടിയെത്തുന്നതോടുകൂടി ഈ ഭക്തൻ ധനികനായി മാറും. ഇപ്പം നിങ്ങൾ ലക്ഷ്മി ദേവിയുടെ മന്ത്രം ചൊല്ലി ലക്ഷ്മി ദേവിയെ നിങ്ങൾ ഭജിക്കുന്നു. അപ്പം ലക്ഷ്മി ദേവി ഓടി നിങ്ങളുടെ അടുക്കലെത്തും. അപ്പം നിങ്ങൾ എന്തായി മാറി? ധനികരായി മാറി. അങ്ങനെ നിങ്ങളുടെ അടുക്കൽ നിൽക്കുമ്പോഴായിരിക്കും ദേവിക്ക് ഭഗവാന്റെ മനോജ്ഞമായ രൂപവും ഭഗവാന്റെ മനോജ്ഞമായ വശസ്സും ആ വശസ്സിൽ ഒട്ടിച്ചേർന്നിരിക്കുമ്പോഴുള്ള സുഖവും ഓർമ്മ വരുന്നത്. അപ്പം ദേവി എന്ത് ചെയ്യും? വന്ന ഭക്തനെ ഇട്ടിട്ട് ഓടും കൃഷ്ണന്റെ അടുക്കലേക്ക്. അപ്പോഴെന്ത് സംഭവിച്ചു? ലക്ഷ്മി ദേവി വരുമ്പം ധനികനായി, ലക്ഷ്മി ദേവി പൊയ്ക്കഴിയുമ്പോൾ എന്ത് പറ്റി? ആ വന്ന ധനമങ്ങ് നമ്മുടെ കയ്യിൽ നിന്ന് പൊയ്പോയി. അതുകൊണ്ട് ഭക്തന്മാർ പറയും ദേവി ആരാണ്? ചപലയാണ് എന്ന് പറയും. അപ്പം തൻ്റെ മക്കളോട് വാത്സല്യമുണ്ടെങ്കിലും ലക്ഷ്മി ദേവിക്ക് വല്ലപ്പോഴും മാത്രമേ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ കാരണം കൃഷ്ണനോടുള്ള പ്രണയത്തിൻ്റെ തീവ്രതയാണ്. അപ്പം മഹാലക്ഷ്മി ലോകജനനിയാണ്. ഈ ലോകത്തെ മുഴുവനും സംരക്ഷിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? സാക്ഷാൽ ലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. ലക്ഷ്മി ദേവിക്ക് സകലരെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉണ്ട്. പക്ഷേ ഭഗവാനോടുള്ള സ്നേഹം കാരണം ദേവിക്ക് മറ്റൊന്നിലും ശ്രദ്ധ ചെലുത്താനായിട്ട് കഴിയുന്നില്ല. അതായത് ശ്രദ്ധിച്ചു കേട്ടോണം, നിങ്ങൾക്കൊരു പ്രണയമുണ്ടെന്നിരിക്കട്ടെ,
ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രണയമുണ്ടെങ്കിൽ അവരുടെ ജോലി പഠിക്കുക എന്നതാണ്. പക്ഷെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പ്രണയമുണ്ടെങ്കിൽ ഒരു കാരണവശാലും പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. എപ്പോഴും താൻ പ്രണയിക്കുന്ന കാമുകനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും. പഴം ഉരിച്ചാൽ പോലും എന്തു ചെയ്യും? പഴമെടുത്ത് വേസ്റ്റ് ബോക്സിൽ ഇടും, തൊലിയെടുത്ത് വായ്ക്കകത്തും വെച്ചു കളയും. ഇത് തന്നെയാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ദേവിയുടെ ഉത്തരവാദിത്വമാണ് തൻ്റെ ഭക്തൻ തന്നെ വിളിക്കുമ്പോൾ ഭക്തൻ്റെ അടുക്കൽ ചെല്ലണം, അവൻ ആവശ്യമായ ധനവും നൽകണം. പക്ഷേ പ്രണയമിങ്ങനെ മൂത്ത് നിൽക്കുന്നത് കൊണ്ട് ലക്ഷ്മി ദേവിക്ക് ഭക്തൻ്റെ അടുക്കൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഭക്തനെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടിക്കളയും. അപ്പം ലക്ഷ്മി ദേവിയുടെ ഭക്തന്മാർ കുറച്ചു നാൾ ധനികരാകും, കുറച്ചു നാൾ എന്തായിട്ട് മാറും? ദരിദ്രരുമായിട്ട് മാറും. അതുകൊണ്ട് ദേവിയെ ചപല എന്ന് വിളിക്കുന്നു. അപ്പം കവി പറയുകയാണ്, ചപലയല്ലാത്ത ദേവിയെ മറ്റുള്ളവർ ചപല എന്ന് വിളിക്കുന്നതിന് കാരണം കൃഷ്ണ നീയാകുന്നു. അങ്ങനെ വിളിപ്പിക്കുന്നത് ശരിയാണോ? ഇനി അത്രയും പറഞ്ഞിട്ട് കവി ഇവിടെ ഒരു നിഗൂഢമായ അർത്ഥം വെക്കുന്നുണ്ട്. കവി പറയുകയാണ്, ലക്ഷ്മി ദേവിയെ നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടാൻ ഒരു മാർഗമുണ്ട്. ലക്ഷ്മി ദേവിയെ സ്ഥിരമായി കിട്ടാനുള്ള മാർഗം എന്താണ്? ലക്ഷ്മി ദേവി ഭക്തനെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടുന്ന എന്തിനു വേണ്ടിയാണ്? കൃഷ്ണന്റെ നെഞ്ചിലിരിക്കാനാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൃഷ്ണനെ അങ്ങ് ധ്യാനിക്കും. കൃഷ്ണനെ അങ്ങ് ധ്യാനിക്കുമ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി. നിങ്ങൾ കൃഷ്ണനെ ധ്യാനിക്കുമ്പോൾ കൃഷ്ണൻ നിങ്ങളുടെ നെഞ്ചിലായി. അല്ലെങ്കിൽ കൃഷ്ണനെ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ കൃഷ്ണന് നിങ്ങളെടുക്കൽ വരാൻ പറ്റില്ല. കൃഷ്ണൻ നിങ്ങളെ അടുക്കൽ വരുമ്പോൾ നെഞ്ചത്ത് ലക്ഷ്മി ദേവിയുണ്ട്. അപ്പൊ ലക്ഷ്മി ദേവി നിങ്ങളടുത്ത് വരും. അപ്പൊ ലക്ഷ്മി ദേവിയെ സ്ഥിരമായി കിട്ടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ധ്യാനിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണനെ ധ്യാനിക്കുമ്പോൾ ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കൃഷ്ണനെ ധ്യാനിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ നിങ്ങൾ അടുക്കലേക്ക് ഓടി വരും. കൃഷ്ണൻ ഓടി വരുമ്പോൾ കൃഷ്ണൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് ആര് കിടപ്പുണ്ട്? ലക്ഷ്മി ദേവി. അപ്പോൾ കൃഷ്ണൻ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്, കൃഷ്ണന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ലക്ഷ്മി ദേവിയും കൂടെ വരും. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഐശ്വര്യം കിട്ടും. കാരണം ലക്ഷ്മി ദേവിക്ക് അവിടം വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. നിങ്ങളെ വിട്ട് എങ്ങോട്ടേക്കെങ്കിലും പോകുന്നത് കൃഷ്ണനെ തേടിയ. ആ കൃഷ്ണൻ തന്നെ നിങ്ങളടുത്ത് നിൽക്കുമ്പം ദേവി നിങ്ങളടുത്ത് സ്ഥിരമായിട്ട് നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് ധനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഓം ലക്ഷ്മി നാരായണായ നമഃ, ഓം ലക്ഷ്മി നാരായണായ നമഃ, ഓം ലക്ഷ്മി നാരായണായ നമഃ എന്ന മന്ത്രം ജപിക്കണം. ഓർമ്മിക്കുക, രാധാറാണിയുടെ അംശാവതാരമാണ് ലക്ഷ്മി ദേവി. അപ്പം നിങ്ങൾക്ക് ധനവും ഐശ്വര്യവും സ്ഥിരമായി കിട്ടണമെങ്കിൽ രണ്ട് മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നെന്ന് പറയും. പക്ഷെ ഞാൻ നിങ്ങളൊക്കെ ധനത്തിന് ആവശ്യമുള്ളവരായതുകൊണ്ട് ഞാൻ പറയുകയാണ്, കൃഷ്ണനെ സ്ഥിരമായി കിട്ടുക മാത്രമല്ല ധനവും ഐശ്വര്യവും ഉണ്ടാകാൻ രണ്ട് കാര്യങ്ങൾ, രണ്ട് മന്ത്രങ്ങളാ പറയുന്നത്. ഒന്ന് ഓം ലക്ഷ്മി നാരായണായ നമ, രണ്ട് ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ജപിച്ചാൽ മതി എന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും കൂടെ അങ്ങ് മനസ്സറിഞ്ഞ് ജപിക്കുക. മനസ്സറിഞ്ഞ് ജപിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഈ ലക്ഷ്മി നാരായണ എന്ന മന്ത്രത്തേക്കാൾ ഭയങ്കര എഫക്റ്റാണ് ഓം ശ്രീ രാധാകൃഷ്ണായ നമ. പക്ഷെ നിങ്ങളങ്ങ് രണ്ടും ജപിച്ചു. രണ്ടും ജപിച്ചു കഴിഞ്ഞാൽ നിശ്ചയം നിങ്ങൾക്ക് കടങ്ങളുണ്ടെങ്കിൽ കടങ്ങൾ മാറിയിരിക്കും, ധനം നിങ്ങളെ തേടിയെത്തും. അപ്പം നിങ്ങൾ എന്നും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുക, രാവിലെ വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുക. ഒരു ജപമാല മൊത്തം 108 തവണ പ്രാർത്ഥിക്കണം. ഓം ലക്ഷ്മി നാരായണായ നമ, ഓം ലക്ഷ്മി നാരായണായ നമ, ഓം ലക്ഷ്മി നാരായണായ നമ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ, ഓം
രാധാകൃഷ്ണായ നമഃ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.